പെൺകുട്ടികളുള്ള മാതാപിതാക്കളാണോ? ഒരു നിമിഷം ഒന്ന് കേട്ടിട്ട് പോവോ? നിങ്ങൾ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണവും പണവും ഒക്കെ സേവ് ചെയ്യുന്നവരല്ലേ? എന്നാൽ മക്കൾക്ക് സ്വർണവും പണത്തിന് പകരം അവർക്ക് ഒരു 3 സെൻറ്റ് സ്ഥലവും ഒരു കുഞ്ഞു വീടും വെച്ച് കൊടുത്താലോ? ഇനിയിപ്പോൾ എത്ര പണക്കാരനാന്ന് പറഞ്ഞാലും ആവശ്യം വരുമ്പം അവരുടെ സ്വർണവും അവിടെ പൈസയൊക്കെ എടുക്കും. ഇനി കല്യാണം എന്ന് പറയുന്നതേ ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലാണ്. ചിലത് ശരിയാകും, ചിലത് ശരിയാവില്ല. നിങ്ങളുടെ കാലത്തിന് ശേഷം അവൾക്ക് ആ ഒരു കല്യാണ ജീവിതവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ അവിടെ മനസ്സിനകത്തൊരു വിഷമം കാണും. കാരണം എൻ്റെ കുട്ടികളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് കയറിപ്പോവും, ആങ്ങളമാർക്ക്, പെങ്ങന്മാർക്ക്, നാത്തൂമാർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന്. ആ സമയത്ത് അവിടെ വീട്ടിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ അവൾക്ക് ധൈര്യമായിട്ട് അവിടെ വന്ന് കിടക്കാം, ഇല്ലേ? അതുപോലെ തന്നെ ഇനിയിപ്പം കല്യാണ ജീവിതം നല്ലതാന്നിരിക്കട്ടെ, അവൾ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ പോകുന്നുണ്ട്, എന്തായാലും ആ ഒരു വീട് വാടകയ്ക്ക് കൊടുത്താൽ അവൾക്ക് ചെറിയൊരു വരുമാനം കിട്ടും. ശരിയല്ലേ? ഇനിയിപ്പം മക്കളെ പഠിപ്പിക്കുന്ന കാര്യം കൂടെ പറഞ്ഞോട്ടെ. പെൺകുട്ടിക്ക് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാ കുട്ടികൾക്കും പഠിക്കാനൊരു കഴിവ് കാണില്ല. എന്നാലും അവർക്ക് വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസിനെ ഒരു കഴിവ് ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആ കഴിവ് എന്താണ്? ചിലവർക്ക് കുക്കിംഗ് ആയിരിക്കും, ചിലവർക്ക് മേക്കപ്പ് ആയിരിക്കും, ചിലവർക്ക് ഫാഷൻ ഡിസൈനിങ് ആയിരിക്കും, ചിലവർക്ക് ക്ലേ വെച്ച് വല്ലതും ചെയ്യുന്നതായിരിക്കും, ചിലവർക്ക് വരയ്ക്കാനായിരിക്കും. അങ്ങനെ ഓരോ കഴിവുകൾ ഓരോ കുട്ടിയിലും ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ച് അവരെ അതിനായിട്ട് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അതിൻ്റെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗം നിങ്ങൾ ചെയ്തു കൊടുക്കുക. പഠിപ്പിക്കാൻ വിട്ടു, അവൾ പഠിച്ചില്ല, അവൾ തോറ്റുപോയി. എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ളൊരു ബുദ്ധി ഇല്ലെന്നേ. എല്ലാ കുട്ടികളും പഠിത്തത്തിൽ 100% ജയിച്ചു വരണമെന്നുമില്ല. അതുകൊണ്ട് അവരെ അതിന് കുറ്റം പറയാതെ, അല്ലെങ്കിൽ അവൾ 10ൽ തോറ്റുപോയി, അവൾ +2 തോറ്റുപോയി എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് കല്യാണം കഴിച്ച് കൊടുപ്പിക്കാതെ അവളുടെ ഇഷ്ടം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അടുത്ത് അച്ഛനും അമ്മയല്ലേ, കുഞ്ഞിലെ തൊട്ട് അവളെ വളർത്തി 10-18 വയസ്സ് വരെ ആക്കിയില്ലേ? നിങ്ങൾ അടുത്ത് വിളിച്ചിട്ട് മക്കളെ, മോള് കല്യാണം കഴിക്കാൻ ഉപ്പച്ചി ആഗ്രഹിക്കുകയാണ്, മക്കൾക്ക് വല്ലതും പഠിക്കാൻ ആഗ്രഹമുണ്ടോ, മക്കളുടെ പഠിച്ച് കല്യാണം കഴിച്ച് സ്വന്തം കാലിൽ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ് ഉപ്പച്ചിയുടെ ആഗ്രഹം. മക്കൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് മക്കളുടെ ഇഷ്ടം എന്താണ്, ഉപ്പച്ചി എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നൊരു വട്ടം നിങ്ങൾ ആ പെൺകുട്ടികളുടെ അഭിപ്രായം കൂടെ ചോദിക്കുക. അതിന് ഓരോ മാതാപിതാക്കളും മനസ്സ് കാണിക്കുക. നിങ്ങളുടെ പെൺകുട്ടികൾ നാളെ കണ്ടവൻ്റെ വീട്ടിൽ പോയിട്ട് വിഷം കുടിച്ചോ, അല്ലെങ്കിൽ തൂങ്ങിച്ചത്തോ, അല്ലെങ്കിൽ പാമ്പൊടി കൊണ്ടോ ചാവുന്നതിന് പകരം നമ്മുടെ മക്കൾ നമ്മുടെ മരണം വരെ നമ്മുടെ കൺമുന്നിൽ ജീവിച്ചിരിക്കുന്നതല്ലേ നമ്മളെ ഓരോ അച്ഛനും അമ്മമാരുടെയും ആഗ്രഹം. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുക. മക്കളെ, നിങ്ങൾക്ക് കുക്കിംഗ് ആണോ ഇഷ്ടം, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്യൂട്ടി പാർലറാണോ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം എന്താണ് എന്ന് നിങ്ങൾ മക്കളോട് ഒരു അഭിപ്രായം ചോദിക്കുക. എനിക്കറിയുന്നൊരു കുട്ടി ഇന്നലെ ആത്മഹത്യ ചെയ്തു. കാരണം 33 വയസ്സേ ഉള്ളൂ, അവൾക്ക് 3 പിള്ളേരുണ്ട്. ഒരുപാട് അനുഭവിച്ചു. അവളുടെ ദേഹത്തൊക്കെ കണ്ടാൽ അയ്യോ നിങ്ങൾ സഹിക്കില്ല, സിഗരറ്റ് വെച്ച് കുത്തിയ പാട്. അവൾ ഇത്രയും വർഷം സഹിച്ചു നിന്നു. 75 പവനോ 80 പവനോളം സ്ത്രീധനം കൊടുത്തു, 5 ലക്ഷം രൂപ കല്യാണ ചെലവിനും കൊടുത്താണ് നിശ്ചയത്തിനും. എന്നിട്ട് എന്തായി? അവൾ ആത്മഹത്യ ചെയ്തു. പക്ഷേ ജീവനുണ്ട്, മക്കൾക്കും വിഷം കൊടുത്തു. ദൈവത്തിൻ്റെ ഭാഗ്യം, മക്കളുടെ ആയുസിൻ്റെ ബലം, അവളും കുട്ടികളും ഇപ്പോൾ സുഖമായിട്ട് വരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഭാവി നല്ലതാക്കണമെങ്കിൽ നിങ്ങൾ മക്കളെ ഒന്ന് മനസ്സിലാക്കുക, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക.